رب موسى وهارون മൂസായും ഹാറൂനും വിശ്വസിക്കുന്ന ആ റബ്ബിൽ. ഇങ്ങനെ ഫറവോൻ പ്രഭൃതികളുടെ കുതന്ത്രം കൊണ്ട് അള്ളാഹു അവരെ തന്നെ തിരിച്ചടിച്ചു. നാട്ടിലെങ്ങുമുള്ള മാന്ത്രിക വിദഗ്ധരെ വിളിച്ചുവരുത്തി പൊതുവേദിയിൽ പ്രദർശനം നടത്തിച്ചത് മൂസാ നബി മാരണക്കാരനാണെന്ന് സാമാന്യ ജനത്തെ വിശ്വസിപ്പിക്കാനായിരുന്നല്ലോ. ചുരുങ്ങിയ പക്ഷം അവരെ സംശയത്തിൽ പെടുത്താനെങ്കിലുമായിരുന്നു. എന്നാൽ തങ്ങൾ വിളിച്ചുവരുത്തിയ വിദഗ്ധന്മാർ തന്നെ മത്സരത്തിൽ തോറ്റ ശേഷം ഐക്യകണ്ഠ്യേന മൂസാ നബിക്ക് അനുകൂലമായി വിധിയെഴുതി. മൂസാ നബി കാണിച്ച അത്ഭുതകൃത്യം ഒരു തരത്തിലും മാന്ത്രിക വിദ്യയല്ല, നിസ്സംശയം ദൈവിക ശക്തിയുടെ പ്രകാശനമാണ്. മായാജാലക്കാരന്റെ മറിമായം അതിനു മുമ്പിൽ വിലപ്പോവുകയില്ല. മാന്ത്രിക വിദ്യയെപ്പറ്റി മാന്ത്രിക വിദഗ്ധരേക്കാൾ മറ്റാർക്കാണറിയുക? അവർ തന്നെ പരീക്ഷണാനന്തരം അനുഭവജ്ഞാനത്തിലൂടെ അത് മാന്ത്രിക വിദ്യയല്ലെന്ന് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. മൂസ വെറുമൊരു ഇന്ദ്രജാലക്കാരനാണെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ ഫിർഔനും സിൽബന്ദികൾക്കും തീരെ സാധ്യമല്ലാതായിത്തീർന്നു. قال فرعون آمنتم به قبل أن آذن لكم إن هذا لمكر مكرتموه في المدينة لتخرجوا منها أهلها فسوف تعلمون. ഫിർഔൻ പറഞ്ഞു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചുവെന്നു ഞാൻ സമ്മതം തരുന്നതിനു മുമ്പ് നിശ്ചയം രാജ്യാവകാശികളെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളുന്നതിനു വേണ്ടി തലസ്ഥാന നഗരിയിൽ നിങ്ങൾ സംഘടിപ്പിച്ച ഗൂഢാലോചനയാകുന്നു ഇത്. ആവട്ടെ, അതിന്റെ ഫലം ഇതാ നിങ്ങൾ അറിയാൻ പോകുന്നു. لأقطعن أيديكم وأرجلكم من خلاف ثم لأصلبنكم أجمعين. ഞാൻ നിങ്ങളുടെ കൈകാലുകൾ ഒന്നിനൊന്ന് വിപരീതമായി ഛേദിക്കുന്നതും പിന്നീട് നിങ്ങളെല്ലാവരെയും കുരിശിലേറ്റുന്നതുമാകുന്നു. قالوا إنا إلى ربنا منقلبون. മാന്ത്രികന്മാർ മറുപടി കൊടുത്തു, ഞങ്ങൾ ഏതായാലും ഞങ്ങളുടെ റബ്ബിങ്കലേക്ക് മടങ്ങേണ്ടവരാണ്. وما تنقم منا إلا أن آمنا بآيات ربنا لما جاءتنا ربنا أفرغ علينا صبرا وتوفنا مسلمين. അങ്ങ് ഞങ്ങളോട് പകവീട്ടാൻ തുനിയുന്നതോ ഞങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ മാത്രമാകുന്നു. നാഥ, ഞങ്ങൾക്ക് നീ സഹനശക്തി ചൊരിഞ്ഞു തരേണമേ. ഞങ്ങൾ നിന്നോട് അനുസരണയുള്ളവരായ നിലയിൽ നീ ഞങ്ങളെ മരിപ്പിക്കണമേ. പരാജയം മുമ്പിൽ കണ്ട ഫിർഔൻ അവസാനം മറ്റൊരടവ് പ്രയോഗിച്ചു. ഈ പരിപാടി പൂർണ്ണമായും മൂസായും മാരണക്കാരും ഒത്തുകളിച്ചതാണെന്ന് അയാൾ പറഞ്ഞു. കഠിനമായ ശാരീരിക പീഡനമേൽക്കുമെന്നും വധിച്ചുകളയുമെന്നും ഭീഷണിപ്പെടുത്തി. അവരെക്കൊണ്ട് കുറ്റസമ്മതം ചെയ്യിക്കാനും ശ്രമിച്ചു. ഈ അടവും തിരിച്ചടിക്കുകയാണുണ്ടായത്. എന്ത് ശിക്ഷ സഹിക്കാനും അവർ സന്നദ്ധരായി. തങ്ങൾ മൂസാ നബിയിൽ വിശ്വസിച്ചത് ഗൂഢാലോചനയുടെ ഫലമല്ലെന്നും സത്യം മനസ്സിലാക്കി അത് അംഗീകരിച്ചുകൊണ്ട് മാത്രമാണെന്നും മാന്ത്രികന്മാർ സംശയരഹിതമായി തെളിയിച്ചു. ഇതോടെ സത്യത്തിന്റെയും നീതിയുടെയും പൊയ്മുഖം വലിച്ചെറിഞ്ഞ് തുറന്ന മർദ്ദനമുറകൾ ആരംഭിക്കുകയല്ലാതെ ഫിർഔന്റെ മുമ്പിൽ മറ്റൊരു മാർഗവും അവശേഷിച്ചില്ല. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. സത്യവിശ്വാസം നിമിഷങ്ങൾക്കകം മാന്ത്രിക വിദഗ്ധന്മാരുടെ ജീവിതത്തിൽ എത്ര വലിയ വിപ്ലവമാണ് സൃഷ്ടിച്ചത്. മൂസായുടെ ആക്രമണത്തിൽ നിന്ന് പൂർവിക മതത്തെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ചവരായിരുന്നു മാന്ത്രികർ. അതിന്റെ പേരിൽ തിരുമനസിൽ നിന്ന് പാരിതോഷികം ലഭിക്കണമെന്ന് കേണപേക്ഷിക്കുകയായിരുന്നു അല്പം മുമ്പ് വരെ. ഇപ്പോൾ സത്യവിശ്വാസം കൈക്കൊള്ളാൻ ഭാഗ്യം സിദ്ധിച്ചതോടെ അവരുടെ സത്യസ്നേഹവും നിശ്ചയദാർഢ്യവും എത്രത്തോളമാണെന്ന് നോക്കൂ. രാജസന്നിധിയിൽ അപ്പക്കഷ്ണങ്ങൾക്ക് ഓച്ചാനിച്ചു നിന്ന അവർ
ഇപ്പോൾ അതേ മഹാരാജാവിന്റെ അഹന്തയെ അവഗണിച്ചിരിക്കുന്നു. മാത്രവുമല്ല, അയാൾ ഭീഷണിപ്പെടുത്തുന്ന അതിഭീകരമായ ശിക്ഷകൾ സന്തോഷപൂർവ്വം അനുഭവിക്കാൻ സന്നദ്ധരായി നിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ തങ്ങൾക്ക് ബോധ്യപ്പെട്ട സത്യത്തെ കൈവിടാൻ എന്തു വന്നാലും അവർ ഒരുക്കമല്ല. وقال الملأ من قوم فرعون أتذر موسى وقومه ليفسدوا في الأرض ويذرك وآلهتك قال سنقتل أبناءهم ونستحيي نساءهم وإنا فوقهم قاهرون. ഫിർഔന്റെ ജനത്തിലെ പ്രമാണിമാർ ഫിർഔനോട് ചോദിച്ചു, നാട്ടിൽ കലാപമുണ്ടാക്കുന്നതിനും അങ്ങയെയും അങ്ങയുടെ ദൈവങ്ങളെയും ഉപേക്ഷിക്കുന്നതിനും വേണ്ടി അങ്ങ് മൂസായെയും അവന്റെ ജനത്തെയും വെറുതെ അങ്ങ് വിടുകയാണോ? ഫിർഔൻ മറുപടി കൊടുത്തു, നാം അവരുടെ ആൺസന്തതികളെ കൊന്നുകളയുകയും സ്ത്രീകളെ മാത്രം ജീവിക്കാൻ വിടുകയും ചെയ്യും. അവരുടെ മേൽ നാം സർവാധിപതികളാണല്ലോ. ഇസ്രായേല്യരുടെ നേരെയുള്ള മർദ്ദനം 2 ഘട്ടങ്ങളിലാണുണ്ടായത്. ഒന്ന്, മൂസാ നബിയുടെ ജനനത്തിന് മുമ്പ് റംസീസ് രണ്ടാമന്റെ കാലത്ത്. 2, മൂസാ നബിയുടെ പ്രവാചകത്വലബ്ധിക്ക് ശേഷം. അതാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. രണ്ടിലും പൊതുവായുള്ള ഒരു കാര്യം ആൺകുട്ടികളെ കൊല ചെയ്യുകയും സ്ത്രീജനങ്ങളെ മാത്രം ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. ബനു ഇസ്രായേലിന്റെ വംശനശീകരണത്തിനും അവർ ഇതര സമുദായങ്ങളിൽ ലയിച്ച് ഇല്ലാതായിത്തീരാനും വേണ്ടിയായിരുന്നു ഈ നടപടി. 1896 ഈജിപ്തിലെ പുരാതനാവശിഷ്ടങ്ങൾ കുഴിച്ചെടുത്തപ്പോൾ കണ്ടുകിട്ടിയ ലിഖിതം ഈ രണ്ടാമത്തെ മർദ്ദനഘട്ടത്തെ സൂചിപ്പിക്കുന്നതാകാനാണ് സാധ്യത. അതിൽ ഫറവോൻ മുൻഫത്താഹ് തന്റെ നേട്ടങ്ങളും വിജയങ്ങളും പരാമർശിച്ച ശേഷം എഴുതിയിരിക്കുന്നു, ഇസ്രായേലിനെ തുടച്ചു നീക്കുകയും ചെയ്തു, അവരുടെ ബീജം പോലും അവശേഷിച്ചില്ല. قال موسى لقومه استعينوا بالله واصبروا إن الأرض لله يورثها من يشاء من عباده والعاقبة للمتقين. മൂസ സ്വജനത്തോട് പറഞ്ഞു, അല്ലാഹുവിനോട് തുണ തേടുവിൻ, ക്ഷമ കൈക്കൊള്ളുവിൻ. ഭൂമി അല്ലാഹുവിന്റേതാകുന്നു. തന്റെ ദാസന്മാരിൽ താൻ ഇച്ഛിക്കുന്നവരെ അവൻ അതിന്റെ അവകാശികളാക്കുന്നു. അന്തിമ വിജയം അവനോട് ഭക്തിയോടെ വർത്തിക്കുന്നവർക്കാകുന്നു. قالوا أوذينا من قبل أن تأتينا ومن بعد ما جئتنا قال عسى ربكم أن يهلك عدوكم ويستخلفكم في الأرض فينظر كيف تعملون. ജനം പറഞ്ഞു, നിന്റെ വരവിന് മുമ്പ് ഞങ്ങൾ മർദ്ദിതരായിരുന്നു. നീ വന്ന ശേഷവും ഞങ്ങൾ മർദ്ദിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുവല്ലോ. അദ്ദേഹം മറുപടി നൽകി, നിങ്ങളുടെ റബ്ബ് ശത്രുക്കളെ നശിപ്പിക്കുകയും നിങ്ങളെ ഭൂമിയിൽ പ്രതിനിധികളാക്കുകയും എന്നിട്ട് നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് വീക്ഷിക്കുകയും ചെയ്യുന്ന അവസരം ആസന്നമായിരിക്കുന്നു. وَلَقَدْ أَخَذْنَا آلَ فِرْعَوْنَ بِالسِّنِينَ وَنَقْصٍ مِّنَ الثَّمَرَاتِ لَعَلَّهُمْ يَذَّكَّرُونَ. ഫിർഔന്റെ വർഗത്തെ നാം വർഷങ്ങളോളം ക്ഷാമത്തിലും വിളനാശത്തിലും അകപ്പെടുത്തി, അവർക്ക് ബോധം വരാൻ. فَإِذَا جَاءَتْهُمُ الْحَسَنَةُ قَالُوا لَنَا هَٰذِهِ وَإِن تُصِبْهُمْ سَيِّئَةٌ يَطَّيَّرُوا بِمُوسَى وَمَن مَّعَهُ أَلَا إِنَّمَا طَائِرُهُمْ عِندَ اللَّهِ وَلَكِنَّ أَكْثَرَهُمْ لَا يَعْلَمُونَ. പക്ഷേ നല്ല കാലം വരുമ്പോൾ അവർ പറയും, നാം ഇതുതന്നെയാണ് അർഹിക്കുന്നത്. ചീത്തക്കാലം വരുമ്പോഴോ മൂസായെയും കൂട്ടുകാരെയും തങ്ങളുടെ ദുശ്ശകുനമായി കരുതുകയും ചെയ്യും. എന്നാൽ അറിയുക, സത്യത്തിൽ അവരുടെ ശകുനം അല്ലാഹുവിങ്കലായിരുന്നു. പക്ഷേ
അവരിലധികം ആളുകളും അറിയുന്നില്ല. وقالوا مهما تأتنا به من آية لتسحرنا بها فما نحن لك بمؤمنين. അവർ മൂസായോട് പറഞ്ഞു, ഞങ്ങളെ മായാജാലത്തിൽ കുടുക്കാൻ എന്ത് ദൃഷ്ടാന്തം തന്നെ കൊണ്ടുവന്നാലും ഞങ്ങൾ നിന്റെ വാദം അംഗീകരിക്കാൻ പോകുന്നില്ല. ആഭിചാരമല്ലെന്ന് തങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളതിനെ ആഭിചാരമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഫിർഔൻ പ്രഭൃതികളുടെ വല്ലാത്തൊരു ധാർഷ്ട്യവും വായാടിത്തവും തന്നെയായിരുന്നു. ഒരു നാടിന് മുഴുക്കെ ക്ഷാമം ഗ്രസിക്കുകയും തുടർച്ചയായി വിളനാശമുണ്ടാവുകയും ചെയ്യുന്നത് വല്ല ആഭിചാരം കൊണ്ടുമാണെന്ന് പടുവിഡ്ഢികൾ പോലും സമ്മതിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, നമ്മുടെ തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങൾ ആ ജനത്തിനു മുമ്പിൽ സമാഗതമായപ്പോൾ അവർ പറഞ്ഞത് ഇത് സ്പഷ്ടമായ ആഭിചാരമാകുന്നു എന്നത്രേ. തികഞ്ഞ ധിക്കാരത്തോടും അഹങ്കാരത്തോടും അവർ ആ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു. അവരുടെ മനസ്സുകൾക്ക് അവ ബോധ്യപ്പെട്ടു കഴിഞ്ഞിരുന്നു. فأرسلنا عليهم الطوفان والجراد والقمل والضفادع والدم آيات مفصلات فاستكبروا وكانوا قوما مجرمين. ഒടുവിൽ നാം അവരുടെ മേൽ പ്രളയമയച്ചു. വെട്ടുകിളികളെയും കീടങ്ങളെയും വിട്ടു, തവളകളെ പെരുപ്പിച്ചു, ചോര വർഷിച്ചു. ഈ ദൃഷ്ടാന്തങ്ങളത്രയും വെവ്വേറെ തന്നെ കാണിച്ചു കൊടുത്തു. പക്ഷേ അവർ ഗർവിഷ്ഠരായി നടന്നു. മഹാപാപികളായിരുന്നു അവർ. ഹിമപാതത്തോടുകൂടി മഴ പെയ്തതുമൂലമുണ്ടായ പ്രളയമാവാം വിവക്ഷ. തൂഫാൻ മറ്റു വിധത്തിലുമുണ്ടാകാമെങ്കിലും ബൈബിൾ മഞ്ഞുമഴയുടെ പ്രളയത്തെയാണ് പരാമർശിക്കുന്നത്. അതിനാൽ നാമും അതേ അർത്ഥത്തിന് മുൻഗണന നൽകുന്നു. ആയത്തിലെ ഹുമ്മലാണ് കീടങ്ങൾ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത്. പേൻ, നെയ്യീച്ച, ചെള്ള്, കൊതുക്, ചിതൽ എന്നിവയ്ക്കെല്ലാം ആ പദം പ്രയോഗിക്കാവുന്നതാണ്. പേനും കൊതുകും മറ്റും മനുഷ്യരിലും ചിതലുകളും പാറ്റകളും മറ്റും ധാന്യശേഖരങ്ങളിലും ഒരേ സമയത്ത് ആക്രമണം നടത്തിയിരിക്കണം. അതുകൊണ്ടാവണം നാനാർത്ഥ പദം പ്രയോഗിച്ചത്.